അയ്യപ്പ സംഗമം CPMൻ്റെ ഒരു ദുഷ്ടലാക്കിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നതാണ്. എന്താണ് ഈ ഗവൺമെൻറ് ഇപ്പോൾ പെട്ടെന്ന് അയ്യപ്പനോടൊരു സ്നേഹം തോന്നിയിട്ടുള്ളത്? ശബരിമലയോടും അയ്യപ്പ ഭക്തരോടും ഏറ്റവും കൂടുതൽ ദ്രോഹം കാണിച്ചിട്ടുള്ള ഗവൺമെൻറ്റാണ് LDFൻ്റെ ഗവൺമെൻറ്. CPMൻ്റെ നിലപാട് തന്നെ ശബരിമലയെ തകർക്കുക എന്നുള്ളതായിരുന്നു. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ് LDFൻ്റെ ഗവൺമെൻറ്. വാടകക്കെടുത്ത് കൊണ്ടുവന്ന യുവതികളെ മലകയറ്റി ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിച്ചതിന് ശേഷം അത് പരസ്യമായി പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അങ്ങനെയുള്ള പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്നൊരു സർക്കാർ എന്തടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്? അതിൻ്റെ പിറകിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ആ അജണ്ട ശബരിമല സംഭവത്തിന് ശേഷം CPMന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കുക എന്നുള്ള അജണ്ടയാണ്. അത് തിരിച്ചറിയാൻ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് സാധിക്കും. ഇപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് ഈ സംഗമമെന്നാണ്. സത്യത്തിൽ ഇപ്പോൾ ഇവർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, LDFൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ LDFന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവിടെ വോട്ട് ബാങ്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പക്ഷേ ഒരു കാര്യം ഈ ഗവൺമെൻറ് ദേവസ്വം ബോർഡുമെല്ലാം ഓർക്കേണ്ടത്, സുപ്രീം കോടതിയിൽ ഇവർ നൽകിയിട്ടുള്ള അഫിഡവിറ്റ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ദേവസ്വം ബോർഡും സർക്കാരും ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്നുള്ള നിലപാട് സ്വീകരിച്ചതാണ്. ആ നിലപാട് ഇതുവരെ പുറകോട്ട് പോയിട്ടില്ലല്ലോ. ആ നിലപാടിൽ എന്തുകൊണ്ടാണ് പുറകോട്ട് പോകാത്തത്? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഇപ്പോഴും അതാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ അയ്യപ്പ ഭക്ത സംഗമം ഈ പറയുന്നത് പോലെ ആത്മാർത്ഥമാണ് എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് പിൻവലിച്ച് ശബരിമല അയ്യപ്പ ഭക്തന്മാരോട് സാഷ്ടാംഗം മാപ്പ് പറഞ്ഞിട്ട് വേണം ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കേണ്ടത്. രണ്ടാമത് ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി നടന്നിട്ടുള്ള വലിയ പ്രക്ഷോഭമുണ്ട്. ആ പ്രക്ഷോഭം സമാധാനപരമായിട്ടുള്ള പ്രക്ഷോഭമാണ്. നാമസങ്കീർത്തനവുമായി 10,000-കണക്കിന് സഹോദരിമാർ തെരുവിലിറങ്ങിയ പ്രക്ഷോഭമാണ്. അതിന് ഈ ഗവൺമെൻറ് എങ്ങനെയാണ് നേരിട്ടത്? സ്ത്രീകളുടെ കടക്കം കള്ളക്കേസ് കൊടുക്കി അവരെല്ലാം കേസിൽപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കുടുംബത്തിൽ നിന്ന് 4-5 ആളുകളൊക്കെ കേസിലുണ്ട്. ആ കേസ് പിൻവലിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ആ ആവശ്യം സ്വീകരിച്ചില്ലല്ലോ. കേസുകളെല്ലാം പിൻവലിക്കണമെന്ന് NSS ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടല്ലോ. ഇവർ പിൻവലിക്കാൻ തയ്യാറായില്ലല്ലോ. കേരളത്തിലെ നിരവധി ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടല്ലോ. ഇവർ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ആ കേസുകൾ പിൻവലിക്കേണ്ടേ ആദ്യം? ഈ അയ്യപ്പനോട് ഇപ്പോൾ ഒരു പുതിയ പ്രേമം തോന്നുമ്പോൾ ആ കേസുകൾ പിൻവലിക്കാൻ വേണ്ടി തയ്യാറാവണം. അതൊന്നും ചെയ്യാതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ്. ശബരിമലയിൽ അതിൻ്റെ പവിത്രത തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. പമ്പയിലും സന്നിധാനത്തും ഈ അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ വലിയ തോതിലുള്ള ആചാര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് സർക്കാരും ദേവസ്വം ബോർഡും നേതൃത്വം കൊടുക്കുകയാണ്. ശബരിമല എല്ലാ ഭക്തരെയും ഒരേപോലെ കാണുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ എങ്ങനെയാണ് ഈ ഗവൺമെൻറ് പ്രിവിലേജ് കൊണ്ടുവരിക? കാശ് കൂടുതലുള്ള ആളുകളെ അയ്യപ്പൻ്റെ മുന്നിൽ കുറേ നേരം നിർത്തുമെന്നാണ് ഇവർ പറയുന്നത്. ഇതൊന്നും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. ഇത് ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരായിട്ടുള്ള വലിയ ബിസിനസ്സുകാരുണ്ട്. അവരെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ കാശ് മേടിച്ച് പുട്ടടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ്. അത് കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ്. ഒരിക്കലും വിശ്വാസികൾ ഇത് പൊറുക്കാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ രാഷ്ട്രീയ നീക്കം കേരളത്തിലെ വിശ്വാസികൾ തിരിച്ചറിയും. ഹിന്ദു സമുദായത്തിൽ 2 പ്രധാനപ്പെട്ട സംഘടനകൾ NSSും SNDPയും അതിനെ പിന്തുണയ്ക്കുമ്പോൾ സ്വാഭാവികമായി അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു കാര്യങ്ങൾ എന്തെങ്കിലും BJP ഭാഗത്ത് ചെയ്യുന്നുണ്ടോ? അതല്ലെങ്കിൽ അതുവഴി കുറച്ചുകൂടി സ്വീകാര്യത ഈ സംഗമത്തിന് കിട്ടുകയല്ലേ? അല്ല, ഓരോ സംഘടനകൾക്കും അവരുടേതായ നിലപാടുകളുണ്ട്. സ്വതന്ത്രമായ നിലപാടാണ്. പങ്കെടുക്കാം, പങ്കെടുക്കാതിരിക്കാം. പക്ഷേ കേരളത്തിലെ എല്ലാ ഹിന്ദു സാമുദായിക സംഘടനകളോടും ഞങ്ങൾ പറയുന്നത് CPMൻ്റെ ഈ ദുഷ്ടലാക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം. അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുക അതിനൊന്നും ഞങ്ങളതിലല്ല. പക്ഷേ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിൻ്റെ പിറകുള്ള മോട്ടീവ് എന്താണ്? ആ മോട്ടീവ് ശബരിമലയോടുള്ള സ്നേഹമല്ല. അത് മറിച്ച് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് NSS ആവശ്യപ്പെട്ടതാണല്ലോ ഈ കേസ് പിൻവലിക്കണമെന്ന്.
ഇവരിപ്പോഴും കേസ് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ലല്ലോ. അത് അഫിഡവിറ്റ് പിൻവലിക്കണം എന്ന് ഈ ഹിന്ദു സാമുദായിക സംഘടനകൾ ആവശ്യപ്പെട്ടതാണല്ലോ. ഇപ്പോഴും അഫിഡവിറ്റ് പിൻവലിക്കാൻ തയ്യാറായില്ല. സർക്കാർ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ഗവൺമെൻറ് നിലപാട് ഇപ്പോഴും ശബരിമല യുവതികളെ കയറ്റണമെന്നുള്ളതാണ്. ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളും ലംഘിക്കണമെന്നുള്ളതാണ്. പിന്നെ അവരോട് എങ്ങനെ സഹകരിക്കാൻ വേണ്ടി സാധിക്കും? അത് തിരിച്ചറിയാൻ ഹിന്ദു സാമുദായിക സംഘടനകൾ തയ്യാറാകണം. ഇനി ശബരിമലയുടെ വികസനമാണ് പ്രശ്നമെങ്കിൽ ശബരിമല വികസനത്തിന് വേണ്ടി ഈ ഗവൺമെൻറ് എന്താ ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ ദേവസ്വം ബോർഡ് സംസ്ഥാന സർക്കാരിനോടും ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ശബരിമല വികസനത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടുള്ള പണം അതെത്രയാണ് എന്നും അതിലെത്ര ശബരിമലയിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ എന്ന് ഞങ്ങൾ ഈ സർക്കാരിനോട് ചോദിക്കുകയാണ്. അപ്പോൾ പണം ഉണ്ടായിട്ടും വികസനം നടപ്പാക്കാത്തവരാണ്. ഇപ്പോൾ സീസൺ ആകാൻ വേണ്ടി പോവുകയാണ്. ഇതിപ്പോൾ ചിങ്ങമാസമായി, 2 മാസം കൂടി കഴിഞ്ഞാൽ സീസണായി. ഇപ്പോഴും ഒരു പ്രവർത്തനവും അവിടെ നടന്നിട്ടില്ലല്ലോ. പ്രളയത്തിന് ശേഷം പമ്പയെ പുനരുദ്ധരിപ്പിക്കാൻ ആവശ്യമായ ഒരു പരിപാടിയും ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ ഓരോ വർഷവും ശബരിമലയുടെ വികസനത്തിന് വേണ്ടി 10 പൈസ ചെലവാക്കാത്തവർ ഒരു സുപ്രഭാതത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കൺമുമ്പിൽ കാണുമ്പോൾ അപ്പോൾ ഒരു ശബരിമല വികസനത്തെക്കുറിച്ച് ബോധതയം ഉണ്ടാക്കുന്നതിൻ്റെ പിറകിലുള്ള വികാരം ഹിന്ദു സാമുദായിക സംഘടനകൾ തിരിച്ചറിയണമെന്ന് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. അവർ തയ്യാറാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ല, ശബരിമലയെ വികസനത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. സ്വാഭാവികമായിട്ടും വികസനം എന്നുള്ള അജണ്ട വരുമ്പോൾ എല്ലാവരും അതിനോട് യോജിക്കും. അത് സ്വാഭാവികമാണ്. അല്ല, തിരിച്ചറിയാം. സ്വാഭാവികമായിട്ടും അവർക്ക് തിരിച്ചറിയും. കാരണം നേരത്തെയും അങ്ങനെയാണല്ലോ. നേരത്തെയും ഈ വിഷയം വന്ന സമയത്ത് ആദ്യമാണ് BJP ആണല്ലോ പ്രതികരിച്ചത്. ഞങ്ങളിപ്പോൾ ആരെയും നിർബന്ധിക്കുന്നില്ല. അത് വിശ്വാസികൾ തിരിച്ചറിയും. സംഘടനകൾക്ക് തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഏതെങ്കിലും ഒരു സംഘടന എടുക്കുന്ന തീരുമാനത്തെ എങ്ങനെ BJP കുറ്റം പറയുക? അത് അവരുടെ തീരുമാനമാണ്. ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ വിശ്വാസ സമൂഹം ഈ കാര്യം തിരിച്ചറിയും. ശബരിമലയോട് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് ചെയ്യേണ്ടത് ശബരിമല വികസനത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടുള്ള മാസ്റ്റർ പ്ലാനുകളുണ്ട്. അതിതുവരെ നടപ്പിലാക്കിയല്ലോ. ഹരിവരാസനം പദ്ധതി ശബരിമല വികസനത്തിന് വല്ല മാസ്റ്റർ പ്ലാനായിരുന്നു. ഈ ഗവൺമെൻറ് എന്ത് നിലപാടാണ് ആ പദ്ധതികൾ സ്വീകരിച്ചത്? ശബരിമലയിലേക്കുള്ള റോഡ് വികസനം എന്ത് മുൻഗണനയാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്? ശബരിമലയിലെ റോപ്പ് വേ നിർമ്മാണം എന്ത് മുൻഗണനയാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്? പമ്പാ ശുചീകരണം എന്ത് നിലപാടാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്? ശബരിമലയിലേക്ക് തീർത്ഥാടകരെ കൊണ്ടുപോകാൻ അധിക സൗകര്യം ഏർപ്പെടുത്തണമെന്ന് KSRTCയോട് ഹൈക്കോടതി പറഞ്ഞു. ഈ ഗവൺമെൻറ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ലല്ലോ. അധിക സൗകര്യം ഏർപ്പെടുത്തുന്നവരും ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് അയ്യപ്പ ഭക്തന്മാരോട് KSRTC ഇരട്ടി പൈസ ചാർജ് മേടിക്കല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ അയ്യപ്പ ഭക്തരോടുള്ള നിലപാടെന്താണ് എന്ന് നമ്മുടെ അനുഭവത്തിലുണ്ട്. അതെല്ലാം കേരളത്തിലെ വിശ്വാസികൾ ഓർക്കും. അതുകൊണ്ട് ഈ വലിയൊരു ക്യാൻവാസിൽ ശബരിമല വിശ്വാസികളെ വിഡ്ഢികളാക്കാം എന്ന് ഈ ഗവൺമെൻറ് വിചാരിക്കേണ്ട. തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും. പാലക്കാട് മേഖല ശില്പശാലയാണ്. പാലക്കാട് നിന്നൊരു മുതിർന്ന നേതാവിനെ കാണുന്നില്ല. അദ്ദേഹത്തെ മാറ്റി നിർത്തിയതാണോ? അതാരാണ്? കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ തിരുവനന്തപുരത്തൊരു പ്രോഗ്രാമിലാണ്. ഞാൻ വിചാരിച്ചു വേറെ ആരും ഉണ്ട്. കൃഷ്ണകുമാർ ഞങ്ങളുടെ ഈ കർഷക മോർച്ചയുടെ പ്രഭാരിയാണ്. അതിനൊരു മീറ്റിംഗ് അവിടെ നടക്കുകയാണ്.